ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചാണ്. എന്താണ് എൻ്റെ സീക്രട്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അവിടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കഞ്ഞുണ്ണി, അലോവേര, ചെമ്പരത്തിയുടെ ഇല, അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇലയും പിന്നെ നെല്ലിക്കയും ചെറുനെല്ലിക്ക. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ എല്ലാവരും വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ. പുറത്ത് പോയി ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്പരത്തി ആയാലും കഞ്ഞുണ്ണി ആയാലും അലോവേര ആയാലും അതുപോലെ തന്നെ പിന്നെ നെല്ലിക്ക വേണമെങ്കിൽ 2-3 രൂപ കൊടുത്ത് വാങ്ങാം. അതിന് മാത്രം വില ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും വീട്ടിലൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലും നമ്മുടെ പരിസരത്തുള്ള വർഗ്ഗങ്ങൾ അതൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോന്നും നമുക്ക് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പം ഞാനിങ്ങനെ ആദ്യം കഞ്ഞുണ്ണി അടിച്ചെടുത്ത്, അതുപോലെ തന്നെ പിന്നെ ഞാൻ 2 തരം നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും അടിച്ചെടുത്ത്, പിന്നെ അതിന് ശേഷം മുരിങ്ങൻ്റെ ഇല അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഒരുപാട് കൂളിനെസ്, തല നല്ല തണുക്കും. ഈ പണ്ടൊക്കെ ഈ ചില ആൾക്കാർ ഈ നമ്മുടെ അച്ഛമ്മമാരായാലും ഈ എന്താ പറയുക മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ആ മുരിങ്ങൻ്റെ ഇലയും കഴിക്കണ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്ത് തലയിൽ ഷാമ്പു ആയി രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കൊരു പ്രത്യേക തണുപ്പുള്ളൊരു സുഖമാണ്. അന്നൊക്കെ അലോവേരൻ്റെ നെല്ലിക്കനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊരു ഹെയർ ട്രീറ്റ്മെൻറ്റിലായാലും അല്ലെങ്കിൽ എന്തൊരു ഹെയറിൽ എന്തെങ്കിലും ഒരുവിധം എല്ലാ വെളിച്ചെണ്ണ ആയാലും ഓയിൽസ് അല്ലെങ്കിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും അലോവേര മിക്സ് ചെയ്യാതെ എന്ത് പരിപാടി. കാരണം അലോവേര എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ എന്താണ് നമ്മുടെ നെല്ലിക്ക. ഈ ചില ആൾക്കാരൊക്കെ പറയും നെല്ലിക്കത്തളം വെക്കണം തലയിലൊക്കെ. അത് ഭ്രാന്ത് തന്നെയാണ്, അതും കാര്യമൊക്കെ ഉണ്ട്. അന്ന് വെച്ചാൽ തലയ്ക്ക് തണുപ്പ് കിട്ടാനായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നെല്ലിക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താ ഈ നെല്ലിക്കയും അലോവേരൊക്കെ കൂടിയിട്ട് അടിച്ചെടുക്കുക. എല്ലാ മിക്സും കൂടി അങ്ങനെ നമുക്ക് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചട്ടി നല്ല ചൂടായി വന്നാൽ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഐറ്റം ഇല്ലേ, നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഐറ്റം കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ തലമുടിയുടെ ഹെയർ ഗ്രോത്ത് അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ്. അങ്ങനെ വെളിച്ചെണ്ണ നല്ല ചൂടാറിയതിനു ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കേണ്ടത് ഗൈസ്. അപ്പം നമുക്കൊരു വല പോലത്തെ ഒരു പാത്രം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വരാൻ പറ്റിയ രീതിയിലുള്ള ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ മാത്രം കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ എല്ലാ സത്തും അടങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് അങ്ങോട്ട് എടുക്കുക. ചട്ടിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ കുറവായിരിക്കും, കാരണം ആ ഇലവർഗ്ഗങ്ങളും ആ അലോവേര എല്ലാ സാധനങ്ങളിലേക്കും ആ എല്ലാ മിക്സിലേക്കും അതുകൊണ്ട് ചേർന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മളിതിൽ അരിച്ചെടുക്കുന്നത് ഗൈസ്. കണ്ട എൻ്റെ കളറൊക്കെ നോക്ക്. പിന്നെ നമ്മളിത് എന്നും ഉപയോഗിക്കാമെന്നില്ലല്ലോ. അതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കുറച്ചാണ് കിട്ടുന്നത്. പക്ഷെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഐറ്റം അത് നല്ല എഫക്റ്റാണ്. കാരണം എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കുക. ഈ മുടിയൊക്കെ കൊഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മുടീനെ കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യാനും വല്ല വെളിച്ചെണ്ണ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ സാധനം നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ അവസാനം നമ്മുടെ ഐറ്റം ഇതാണ് ഗൈസ്. പിന്നെ ഇത് നല്ല സ്മെല്ലാണ്, നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ ഇത് തേച്ച ഒരു പ്രത്യേക സുഖം. കുറച്ച് നേരം നമുക്ക് നമ്മുടെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ സ്വാഭാവികം. ആരായാലും വെളിച്ചെണ്ണൊക്കെ തേക്കുമ്പോൾ കുറച്ച് നേരം തലയൊക്കെ ഒന്ന് മസാജ് ചെയ്യില്ലേ, അത്രയും ഇതിലും ചെയ്താൽ മതി. നന്നായിട്ട് നമ്മുടെ തലയൊക്കെ ഒന്ന് സെറ്റായി കൊടുത്ത് പിന്നെ ആഴ്ചയിലൊക്കെ ഞാനാണെങ്കിലും ആഴ്ചയിലൊരിക്കൽ കുളിക്കാറുള്ളൂ. സോ കുളിക്കാറ് മീൻസ് തല നനയ്ക്കാറ് കേട്ടോ. അപ്പോൾ ആ ആഴ്ചയിലൊരിക്കൽ തല നനയ്ക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ട് നന്നായിട്ട് തല നനയ്ക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഈ വെളിച്ചെണ്ണൊക്കെ തേച്ച് നന്നായിട്ട് തല നനയ്ക്കുക. ഞാനിതിപ്പോൾ ഒരു ആളെ കിട്ടിയിട്ടുണ്ട്, ആളല്ല എൻ്റെ ഒരു ബ്രദർ. അപ്പം മൂപ്പര് തലമുടി കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് തലയിലൊക്കെ ഒന്ന് സെറ്റായി കൊടുത്ത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നിനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. ഓക്കെ, ബൈ.